ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് എവിടാണെന്നറിയോ? നമ്മുടെ ചങ്ങനാശ്ശേരി ബൈപ്പാസ് പാലാത്തറുള്ള ഷവർമാഷാണ്. ആക്ച്വലി ഞാനും അമ്മയും കൂടി ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഞാനും അമ്മയും കൂടി ഇന്ന് കോട്ടയം ഡോക്ടേഴ്സ് ക്ലിനിക്കിൽ പോയിരിക്കുമായിരുന്നു. എനിക്കിവിടെ ഒരു അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. തിരിച്ചെന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് ഷവർമ കഴിക്കാൻ ക്രേവിങ്സാണ്, നമുക്ക് ഇവിടെ കയറിയാലോ എന്ന്. ആക്ച്വലി ഞങ്ങൾ ഷവർമയല്ല കഴിച്ചത്, അൽഫാമും ഫ്രഞ്ച് ഫ്രൈസും ആണ്. അവിടെ വന്നപ്പോൾ എൻ്റെ വിധം മാറി. നല്ല ആംബിയൻസ് ആണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മയ്ക്ക് ആക്ച്വലി ഒട്ടും താല്പര്യമില്ല. ഇപ്പോൾ കണ്ടോണം ഒരു ഇരിപ്പുണ്ട്, കണ്ടോ 20-25 വയസ്സുള്ള 2 പിള്ളേരെ തള്ളയാന്ന് പറയുമോ? എന്തൊരു ചിരി! വീട്ടിൽ വയലൻ്റാ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ മെനു കാർഡൊക്കെ എടുത്ത് നോക്കിയിട്ട് അമ്മയോട് ചോദിക്കണം, അമ്മയ്ക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു അൽഫാം മതി, അമ്മയ്ക്ക് എന്താ വേണ്ടതെന്ന്. അമ്മ അങ്ങനെ പുറത്ത് വന്ന് ഫുഡ് കഴിക്കുന്നതിൽ അത്ര കംഫർട്ടബിൾ ഒന്നും അല്ല കേട്ടോ. അമ്മയ്ക്ക് എപ്പോഴും വീട്ടിൽ കൊണ്ടുവച്ച് പാഴ്സൽ വാങ്ങിച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം. എനിക്ക് ഈ പുറത്തൊക്കെ വന്നിങ്ങനെ വായി നോക്കി കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ അമ്മയോട് പറയുന്നുണ്ട്, അമ്മ വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യണോ? അപ്പോൾ അമ്മ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു കാത്തു, ഇതൊക്കെ എങ്ങോട്ടാണ് ഈ പോകുന്നേ? നീ അതിനനുസരിച്ച് വീർത്ത് വരുമോ? നീ 25 കിലോ ജിമ്മിൽ പോയി കുറച്ചിട്ട് ഇവിടെ വന്ന് പിന്നെ ഇരുന്ന് തിന്നുവന്നൊക്കെ. അപ്പോൾ അതൊക്കെ പറഞ്ഞു. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് വന്നു. അമ്മയ്ക്ക് അത്രയ്ക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഇഷ്ടപ്പെട്ടില്ല. അതാണ് ആ എക്സ്പ്രഷൻ, നല്ല ഉപ്പാന്നൊക്കെ പറയാണ്. എനിക്ക് കുഴപ്പമില്ല, കാരണം എനിക്ക് ഇച്ചിരി ഉപ്പ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ നല്ല രീതിയിൽ പോൾ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഫ്രണ്ട്സുമായിട്ട് മാത്രമല്ല കേട്ടോ, ഈ അമ്മമാരുമായിട്ട് ഔട്ടിങ്ങിന് പോകുന്നതും അത്യാവശ്യം നല്ലതാണ്. ഇപ്പോൾ അമ്മയോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് തോന്നുന്നു കേട്ടോ. ഒരു ടൈമിൽ അങ്ങനെ അമ്മയോട് സ്നേഹം ഉണ്ടെങ്കിലും അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ലായിരുന്നു. ഞങ്ങളുടെ ഫുഡൊക്കെ വന്നു കേട്ടോ, ഞാനത് കഴിക്കുകയാണ്. അന്നേരം ആ ഫ്രഞ്ച് ഫ്രൈസ് ആ സൈഡിൽ ഇരിപ്പുണ്ട്. ഞാൻ എവിടെ പറഞ്ഞ് നിർത്തിയേ? അമ്മയോടുള്ള അറ്റാച്ച്മെൻറ്റ്. ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അമ്മമാരുടെ വില മനസ്സിലാവും. എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എൻ്റെ അമ്മയാണ് കേട്ടോ. അപ്പോൾ നല്ല ഫുഡാണ് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഓർഡർ ചെയ്ത നോർമൽ അൽഫാമാണ്, അമ്മ ഹണി അൽഫാമാണ് കേട്ടോ. അമ്മ ഇപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഒരു വളിച്ച ചിരിയിരിക്കും. അത്രയൊക്കെ ഉള്ളായിരുന്നു. ഗുഡ് ബൈ.